അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തത്വജ്ഞാനം നൽകി അനുഗ്രഹിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ വരെ പ്രഖ്യാപിച്ച ഒരു മഹാമനീഷിയായിരുന്നു ലുക്മാനുൽ ഹക്കീം. ലുക്മാനുൽ ഹക്കീമിനെ കുറിച്ച് വലക്കത് ആതൈന ലുക്മാനൽ ഹിക്മ, ലുക്മാന് നാം ഹിക്മത്ത് നൽകി, തത്വജ്ഞാന നിർദ്ദേശം നൽകി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇദ്ദേഹത്തിന് തത്വജ്ഞാനം നൽകിയപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ കുറഞ്ഞു വന്നു. ഓരോ കാര്യത്തിലും, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത് കൊണ്ട് അതൊന്നും അദ്ദേഹത്തിന് രസകരമായി തോന്നിയില്ല. ഭക്ഷണം കഴിച്ചാൽ അതിന് രുചിയില്ല. അതുപോലെ ഏത് നല്ല രീതിയിൽ ഉറങ്ങിയാൽ ഉറക്കത്തിന് ടേസ്റ്റ് ഇല്ല. ഈയൊരു രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇത് അദ്ദേഹം തൻ്റെ ഭാര്യയോടും അതുപോലെ മക്കളോടുമെല്ലാം പറഞ്ഞുവെങ്കിലും അവർക്കൊന്നും ഇതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലാകാത്ത സാഹചര്യമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീടിന് കുറച്ചപ്പുറമായി, ദൂരെയായി വലിയൊരു സൂഫിയായ പണ്ഡിതൻ വന്നിരിക്കുന്നു. ആ പണ്ഡിതന് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്നൊരു വലിയൊരു പണ്ഡിതനാണ്, സൂഫിയായ ഒരു മനുഷ്യനാണ് നമ്മുടെ വിരുന്നുകാരനായിട്ടുള്ളത്. നീ നല്ല ഭക്ഷണം ഉണ്ടാക്കണം, എന്നിട്ട് അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെയാണല്ലോ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ സാധാരണ സ്ത്രീകൾക്ക് പള്ളിയിൽ ഉസ്താദിൻ്റെ ചിലവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വീട്ടിൽ വിരുന്നൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ആലിമ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ എന്ത് ചെയ്ത്, ഈ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വലിയ പാത്രത്തിലാക്കി അവരെ കൊണ്ട് ഉണ്ടാക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭക്ഷണമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഈ ഭക്ഷണവും കൊണ്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു, ഇവിടത്തേക്ക് ഈ മഹാൻ ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്, ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി. പോകുന്ന സമയത്ത് നോക്കുമ്പോൾ വലിയൊരു പുഴയുണ്ട് അവിടെ. അപ്പോൾ ഇവർക്ക് നടക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇവർ ഓടി വന്ന് ലുക്മാനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് എനിക്ക് അപ്പുറത്തേക്ക് പോകാനേ ആ തോട്ടിൽ വെള്ളം ഉള്ളത് കൊണ്ട് അക്കരെ കടക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ലുക്മാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യ്, ആ തോടിൻ്റെ അടുത്ത് പോയിട്ട്
ജീവിതത്തിൽ പെണ്ണുങ്ങളെ കാണാത്ത ലുക്കുമാൻ പറഞ്ഞതിനൊന്ന് മാറി നിൽക്കാനേന്ന് പറഞ്ഞു. അപ്പം ആ തോട്ടിലെ വെള്ളം രണ്ട് അപ്പാടങ്ങ് പറ്റിപ്പോയി. അപ്പം ആ സ്ത്രീ അക്കരക്ക് കടന്നു. അക്കരെ എത്തിയപ്പോഴാണ് പെണ്ണുങ്ങൾ ആലോചിച്ചത്, ഈ ലുക്കുമാൻ എന്ത് വിവരക്കേടാ പറഞ്ഞേ, ജീവിതത്തിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ, ഞങ്ങൾക്ക് 2 കുട്ടികളില്ലേ, പിന്നെ എങ്ങനെയാണ് ലുക്കുമാൻ ഇത് കണ്ടിട്ടില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്, ആ സൂഫിയുടെ അടുക്കലേക്ക് എത്തിയ. അവിടെ എത്തി ഇവരെ ഭക്ഷണ പാത്രം അങ്ങനെ തന്നെ വെച്ചു കൊടുത്തു. അവരുണ്ടാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ എന്ത് ചെയ്ത്, ഈ സൂഫിയുടെ മുന്നിൽ ഭക്ഷണപാത്രം വെച്ചു കൊടുത്തപ്പോൾ ഇയാൾ വളരെ സന്തോഷത്തോടെ ആർത്തിയോടെ എന്ത് ചെയ്ത്, ഈ ഭക്ഷണം എടുത്ത് കഴിച്ചു. ഭക്ഷണം എടുത്ത് കഴിച്ച ശേഷം പെണ്ണുങ്ങൾ വേഗം പാത്രം എല്ലാം കൂടി എടുത്ത് അടുക്കി. അതിന് ശേഷം നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ആ തോട്ടിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ തോട് പഴയ പോലെ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. പെണ്ണുങ്ങൾ കുടുങ്ങി. അപ്പം എന്ത് ചെയ്ത്, ഓടിച്ചെന്നു ഈ സൂഫിയുടെ അടുക്കൽ. ഞാൻ വല്ലാത്ത ഉസ്താദേ, ഞാൻ വല്ലാത്തൊരു അബദ്ധം പറ്റി, എന്തേന്ന് ചോദിച്ചു. ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു തോടുണ്ട്, അപ്പോൾ പിന്നെ അതിൽ വെള്ളം നിറഞ്ഞ് കിടക്കുമായിരുന്നു, അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു സൂഫി. അപ്പം പറഞ്ഞു, അതിൽ ലുക്കുമാൻ ഒരു കാര്യം പറഞ്ഞു തന്നിരുന്നു, അത് പറഞ്ഞപ്പോൾ തോടിലത്തെ വെള്ളം പറ്റിയത്, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ലുക്കുമാൻ പറഞ്ഞത് ജീവിതത്തിൽ പെണ്ണുങ്ങളെ കാണാത്ത ലുക്കുമാൻ പറഞ്ഞ് മാറി നിൽക്കാനെന്ന് പറഞ്ഞു, അപ്പോഴാണ് മാറിയത് എന്ന് പറഞ്ഞു. അന്നേരം ഈ സൂഫി പറഞ്ഞു കൊടുത്തു, അന്നൊരു കാര്യം ചെയ്, നീ പോയിട്ട് ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാത്ത ഞാൻ പറഞ്ഞതിന് മാറി നിൽക്കാനെന്ന് തോടിനോട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പെണ്ണുങ്ങൾ നേരെ ചെന്നപ്പോൾ ഇതേപോലെ പറഞ്ഞപ്പോൾ അവിടുത്തെ വെള്ളം മാറി, പിന്നെയും പെണ്ണുങ്ങൾ അക്കരെ കടന്നു. ഈ പെണ്ണുങ്ങൾക്ക് പിന്നെ ഉറക്കേ കിട്ടുന്നില്ല. എന്താ ഉറക്ക് കിട്ടാത്തതെന്നറിയോ, ഇവർ പിന്നെ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അതും വയറ് നിറച്ചിട്ട് ഈ സൂഫി പറയുന്നത് ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. 2 മക്കളാ എൻ്റെ അടുത്ത് തന്നെ ഉപ്പിയായിട്ടുള്ള ലുക്കുമാൻ പറയുന്ന ജീവിതത്തിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. ഇതെന്തെന്ന് ഈ ഔലിയാക്കന്മാരെ സൂഫികളെന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയാൻ വേണ്ടിയിട്ടായിട്ട് നടക്കുന്നവരാണോ? എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് ഈ സ്ത്രീ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അങ്ങനെ ഇവർ തൻ്റെ ഭർത്താവായ ലുക്കുമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് വലിയൊരു പരാതി നിങ്ങളോട് പറയാനുണ്ട്. എന്താ ചോദിച്ചോ? ഈ ഔലിയാക്കന്മാരെന്നും സൂഫികളെന്നൊക്കെ പറയുന്ന ഒരു ഭൂലോകം നോണയെ പറയുള്ളൂ എന്ന് ചോദിച്ചു. എന്താ വിഷയം, നീ എന്താ അങ്ങനെ പറയാൻ കാരണം ഉണ്ടായേ? അല്ല, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലമായി? 15 കൊല്ലോ. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. നിങ്ങൾ എന്നിട്ട് എന്താ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്നല്ലേ? ഞാൻ എന്നെ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുത്തിയാന്ന് ആ സൂഫിയായ മനുഷ്യൻ. അയാൾ അത് തേച്ച് മൂക്ക മുട്ട വാരി തിന്നിട്ട് അയാൾ പറയുന്നു ജീവിതത്തിൽ ഭക്ഷണം കണ്ടിട്ടില്ല. എന്താ ഇതിൻ്റെ കാര്യം, എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ലുക്കുമാൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരവസരം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലുക്കുമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ശിഷ്യൻ അവരുടെ വീട്ടിലേക്ക്, അതായത് ലുക്കുമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്തിനാ വരുന്നതെന്നറിയോ? അയാളുടെ ഒരു മകളുടെ കല്യാണമുണ്ട്, അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സ്വതുവേ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കല്യാണം ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കല്യാണത്തിന് പോകാനൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ ഇവർ വന്നപ്പോൾ കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പം ഇക്കാലം പോലെയല്ല, അക്കാലത്തല്ലേ ഒരു കല്യാണത്തിന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പല്ലേ, 1500 എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. റസൂലുള്ളാഹിൻ്റെ എത്രയോ കാലം മുമ്പാണ്. ദാവൂദ് നബീൻ്റെയും സുലൈമാൻ്റെയും നബി അലൈഹി ഇസ്ലാമിൻ്റെയും കാലത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അക്കാലത്തല്ലേ ഒരു കല്യാണത്തിലെ ക്ഷണിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു സദ്യ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ ഈ സ്ത്രീയോട് ലുക്കുമാൻ ചോദിച്ചു, അതായത് തൻ്റെ ഭാര്യനോട്, നീ പോന്നോ കല്യാണത്തിന്? ഞാൻ പോകാം. വളരെ സന്തോഷം, നീ പോകണം. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കപ്പാട് ചെയ്തു.
ഒക്കെ റെഡി. അപ്പോൾ ലുക്കുമാൻ കല്യാണത്തിന് പോകാൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ ലുക്കുമാൻ പറഞ്ഞു, ശരി, നീ കല്യാണത്തിന് പോയാൽ മാത്രം പോരാ, പെണ്ണിനെ കൊണ്ടാക്കി കൊടുക്കാനും പോകണം. കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ടേ പോരാവുള്ളൂ. അത് കേട്ടപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒന്നും കൂടി സന്തോഷമായി. കല്യാണത്തിന് പോകണം, പെണ്ണിനെ കൊണ്ടാക്കാനും പോകാൻ തൻ്റെ ഭർത്താവ് അനുമതി തന്നിരിക്കുകയാണ്. റെഡിയാണ്, പോകാം. അങ്ങനെ എന്ത് ചെയ്ത് ഈ സ്ത്രീ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി അപ്പുറത്തെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വേറെ 1-2 സ്ത്രീകളും കൂടി. കാരണം ഒറ്റയ്ക്ക് നടക്കാൻ പറ്റൂലല്ലോ. അതിന് നോക്കുമ്പോൾ ഇവർ അങ്ങനെ 3 കൂടി വന്ന് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് ലുക്കുമാൻ എന്ത് ചെയ്തതെന്നറിയോ? ചെറിയൊരു തിരിവിളക്ക് പണ്ട് കാലത്തുണ്ടായിരുന്നു. ഈ മണ്ണെണ്ണ വെച്ചിട്ടേ ചെറിയ തിരി ഇട്ടിട്ട് കത്തിക്കുന്നൊരു വിളക്കുണ്ട്. അങ്ങനത്തെ ഒരു വിളക്ക് കത്തിച്ചു. എന്നിട്ട് തൻ്റെ ഭാര്യേൻ്റെ ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാരെ പിടിക്കുകയെന്ന് പറഞ്ഞു. അപ്പം പെണ്ണുങ്ങൾ ചോദിച്ചു, ഈ പട്ടാപ്പകൽ ഈ വിളക്ക് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, നീ കല്യാണത്തിന് പോയിട്ട് തിരിച്ചെത്തുന്നത് വരെ ഈ വിളക്ക് കെടാതെ സൂക്ഷിക്കൽ നിൻ്റെ ഉത്തരവാദിത്തമാണ്. അഥവാ നീ കെട്ടുപോയി കഴിഞ്ഞാൽ ഈ വിളക്കിൻ്റെ തിരി കെട്ടാൽ ഞാൻ നിൻ്റെ ത്വലാക്ക് ചൊല്ലിയതായിട്ട് ഉറപ്പിച്ചോ, ഈമെയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് കെട്ടാൽ നിൻ്റെ തലാക്കായി എന്ന് വാക്കും കൊടുത്തു. ഇവർ സാക്ഷിയായിട്ടാണ് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണുങ്ങൾ ചിന്തിച്ച് ഈ മനുഷ്യൻ എന്തൊരു വിവരക്കേടാ പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ തലാഖിൻ്റെ വിഷയങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു കാര്യമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയാന്ന് ആകാശത്ത് അല്ല ഒരു വലിയൊരു മാവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു പ്ലാവിൻ്റെ മുകളിൽ നിന്ന് ഒരു ചക്ക വീണ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയെ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ വീഴാന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞതെന്ന് വിചാരിച്ചോ? പക്ഷെ എന്നാലും ആ ചക്ക വീണതോടുകൂടിയിട്ട് തലാഖ് സംഭവിക്കുമെന്നാണ് കിതാബിൽ പറയുന്നത്. അപ്പോൾ അതേപോലെ ഈ വിളക്കിൻ്റെ തിരിയെങ്ങാനും കെട്ടുപോയാൽ നിൻ്റെ ത്വലാഖ് സംഭവിച്ചു എന്നാണ് ലുക്കുമാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറയുന്നത്. ഭാര്യ ആകെ പേടിച്ചു പോയി. എന്തായാലും കല്യാണത്തിന് ഇറങ്ങിയല്ലേ, അയാലുമൊക്കെ പെണ്ണുങ്ങൾ 2 പറഞ്ഞു കൊടുത്ത് നമുക്ക് വിളക്ക് കെടാതെ നോക്കാൻ ഇനി ബേജാറാണ്ട. ഇവർ 3 പേരും കൂടി കല്യാണത്തിന് പോയി. കല്യാണ വീട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? പിന്നെ ഒരു വിളക്കും പിടിച്ചുകൊണ്ടേ ഒരു തള്ള താണ്ടേ കയറി വരുന്നു. നട്ടുച്ചക്ക് എല്ലാവരും പരിഹസിക്കാനും ചിരിക്കാനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. അവരൊക്കെ കല്യാണത്തിൽ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സ്ത്രീയുടെ ചിന്ത മുഴുവൻ ഈ വിളക്ക് കെട്ടുപോകുമോ എന്നുള്ള ബേജാറാണ്. ഒരു ചെറിയൊരു കാറ്റടിച്ചാൽ പോരെ വിളക്കിൻ്റെ തിരികെടാൻ. അപ്പോൾ ഇവരിങ്ങനെ പരിഹസിക്കുന്നതിൻ്റെ ഇടയിലും ആ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അവരോട് പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങൾ വിചാരിച്ച മാതിരിക്കുള്ള വിളക്കല്ല. ചില വന്നിട്ട് പറഞ്ഞു, ഉമ്മാമ വിളക്കി നമുക്ക് അകത്ത് കൊണ്ടേക്ക് നിങ്ങളിങ്ങി തരി. മക്കളെ പറ്റൂല. ചില പറഞ്ഞു കൊടുത്തു, വലിയ അപകട, ലുക്കുമാൻ ഇങ്ങനെ കെട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? ഈ വിളക്കിൻ്റെ ഓരോ നിമിഷത്തിലും ഈ വിളക്കിൻ്റെ തിരി കെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു, പെണ്ണിനെ കൊണ്ടാക്കാൻ പോകുന്നു. എല്ലായിടത്തിലും നോക്കുമ്പോഴും പെണ്ണുങ്ങളെ ചിന്ത തേച്ചു എന്താ? ഈ വിളക്കിൻ്റെ തിരി കെട്ടുപോകുമോ എന്ന്. അങ്ങനെ ഇവർ കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഈ വിളക്കുമായിട്ട് വൈകുന്നേരത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് ലുക്കുമാൻ ആദ്യം ഇവരോട് ഈ വിളക്ക് മേടിച്ചിട്ട് അദ്ദേഹം തന്നെ ആ വിളക്ക് അവിടെ കെടുത്തി അവിടെ വെച്ചു. എന്നിട്ട് ഇവരോട് ചോദിച്ചു, ഈ കല്യാണത്തിന് പോയാ? ചിരിച്ചുകൊണ്ട്. പോയി. എങ്ങനെയുണ്ട് ഭക്ഷണോ? എന്ത് ഭക്ഷണോ? നീ പെണ്ണിനെ കൊണ്ടാക്കാൻ പോയിട്ടില്ലേ? പോയിന്. എങ്ങനെയുണ്ട് അവരുടെ വീടും പറമ്പല്ലോ? ഒന്നും പറയണ്ട, ഞാൻ ശ്രദ്ധിച്ചില്ല. ലുക്മാൻ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് പെണ്ണുങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ചോറെങ്ങനെ ഉണ്ടായാലും ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ലുക്മാൻ ചോദിച്ചു, പിന്നെന്തോ വിളക്കൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് പോയേ? അപ്പോൾ പെണ്ണുങ്ങൾ അതിന് പണ്ടാലിടയ്ക്ക് ഒരു വിളക്കിങ്ങൾ തന്നിട്ടില്ലേ, ഇത് കെട്ടുപോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ
ചോറിലാണോ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വിളക്കിലാണോ ശ്രദ്ധിക്കുക? ഞാൻ പെണ്ണിനെ കൊണ്ടാക്കാൻ പോയി ശരിയാ, പക്ഷെ അവരെ വീടും പറമ്പും നോക്കാൻ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ തിരി കെട്ടുപോയാലോ എന്ന ബേജാറോട് കൂടി നടന്നപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ കല്യാണത്തിന് കൂടിയതും അതുപോലെ തന്നെ സംഭവം ഞാൻ കൂടിയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ലുക്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഇതാണ് പെണ്ണെ നീ മുമ്പ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. അള്ളാഹുവിൻ്റെ ഒരു പ്രകാശമുണ്ട്, ഒരു വിളക്ക് തിരിയുണ്ട് എൻ്റെയും ആ സൂഫിയുടെ ഒക്കെ മനസ്സിൽ. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിലും ആ വിളക്കിൻ്റെ തിരി കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ സ്ത്രീയെ കാണാത്ത ലുക്മാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നീ ഉണ്ടാക്കിയ ഭക്ഷണം വളരെ വയറ് നിറച്ച് കഴിച്ചിട്ട് ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാത്ത ആളെന്നാവൂല പറഞ്ഞത്. ഇപ്പം എനിക്ക് മനസ്സിലായോ? നീ ഭക്ഷണമൊക്കെ ഇന്നെക്കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ലത് തന്നെ കൊടുത്തത്. പക്ഷെ എന്തുണ്ട്, അത് ആസ്വദിച്ച് കഴിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം എന്താ, അള്ളാഹുവിൻ്റെ ആ വിളക്ക് തിരിയുണ്ടല്ലോ, അത് കെട്ടുപോകും എന്ന പേടി. അതാണ് നീ അന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വിളക്കുമായിട്ട് നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വിളക്കുമായിട്ട് നിന്നെ കല്യാണത്തിന് പറഞ്ഞയച്ചത് എന്ന് മഹാനായ ലുക്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ, അപ്പോഴാണ് ആ സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് സ്ത്രീയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതും ആ സൂഫിയായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെയും അർത്ഥം പിടികിട്ടിയത്. നമ്മൾ ജീവിതത്തിൽ നമ്മളെല്ലാം പലരും എന്താ പറയുക, ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട് ജീവിതത്തെ. ചിലർക്കത് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ് ഈ ആസ്വദിക്കാൻ കഴിയാതെ വരുന്നതെന്നറിയോ? അവരുടെ മനസ്സിൽ ഓരോന്ന് ചെയ്യുമ്പോഴും അത് ചെയ്യാൻ പറ്റൂല, അത് ചെയ്യാൻ പറ്റൂല എന്നുള്ള വിലക്കുകളാണ്. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്, അദ്ദുന്യാ സിജുനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിരി. ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, കാഫിറിന് സ്വർഗമാണ്. ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹു എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ഓൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഓൻ മദ്യപിക്കാൻ പോകുമ്പോൾ ഓന് കഴിയില്ല. കാരണം അവിടെ വിലക്കപ്പെടുകയാണ്, മനസ്സ് തടയാൻ പറ്റൂല, കള്ളു കുടിക്കാൻ പറ്റൂല. വേറെ എന്തൊരു തെറ്റിലേക്കും പോകുമ്പോഴും അവൻ്റെ മനസ്സ് പറയാൻ പറ്റൂല, ചെയ്യരുത്. ഈ രൂപത്തിലാവുമ്പോഴാണ് ഒരു മനുഷ്യന് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉറച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തവനിക്ക് എന്തും ആകാം. നമ്മൾ സാധാരണ പ്രയോഗം ഉണ്ടല്ലോ, കാട്ടുകോയ്ക്ക് എന്ത് ശനിയും സംക്രാന്തിയും ഒന്നേ. ഇങ്ങനെ ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ലാത്തവൻ എന്തും ആകാം. കഴിഞ്ഞ മുമ്പൊരിക്കലും ഒരു റമദാനിലെ ഒരു ചെറുക്കനെ ഉപദേശിച്ചിരുന്നു ഞാൻ. ഒരു 10-18 വയസ്സുള്ള ഒരു ചെറുക്കൻ. ഞാൻ നോക്കുമ്പോണ്ട് പുറത്ത്, അതും പള്ളീൻ്റെ തന്നെ, പള്ളീൻ്റെ പുറത്ത് ഖബർസ്ഥാൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് റമദാൻ മാസത്തിലെ ഒരു 10-10:30 മണി എങ്ങനെയായിട്ടുണ്ടാവും സമയം. ഞാൻ ഖുർആനോത്തൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ റെഡിയായി ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ചെറുക്കൻ ഇങ്ങനെ പള്ളീൻ്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അവനോടേ, അല്ല മോനെ നീ മുസ്ലിം അല്ലേ, ഇത് റമദാൻ മാസമല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ഉസ്താദ് വിചാരിക്കുന്ന അത്ര വലിയ മുസ്ലിമൊന്നും അല്ല. ഈ ഒരു ചിന്താഗതിയാണ് വർത്തമാന കാലത്ത് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഉള്ളത്. അള്ളാഹു നേരായ വഴിയിൽ ജീവിച്ച് ഈമാനോടെ മരിച്ച് അവൻ്റെ സ്വർഗത്തിലെത്തുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തണം. അതിനവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.